അല്ലെങ്കിൽ എനിക്ക് പച്ചവെള്ളം വേണ്ട. ഓടുന്നതിനിടയിൽ തന്നെ ആർച്ച വിളിച്ചു പറഞ്ഞു. ഇറങ്ങി ഓടിയത് പറമ്പിലേക്കായിരുന്നു. പിറകിലേക്ക് നോക്കി ഓടുന്നതിനിടയിൽ മുന്നിൽ വന്നുപെട്ട ഭരതിനെ ആർച്ച കണ്ടില്ല. വീണിട്ടും പ്രത്യേകിച്ച് പരിക്കൊന്നും പറ്റാതെ ലാൻഡ് ചെയ്ത് സന്തോഷത്തിൽ കിടക്കുമ്പോഴാണ് ആർച്ച ദയനീയമായി നിലവിളി ശ്രദ്ധിച്ച്. കുഞ്ഞിരാമ. ആർച്ച കണ്ണു വീഴ്ച ചാടി എഴുന്നേറ്റ് നടുവിന് കൈയും കൊടുത്ത് ഭരത്തും. നിനക്ക് നടി കണ്ണു കാണില്ലേ? അയ്യോ. കൈ കുടഞ്ഞോണ്ട് ഭരത് മുഖം ചുളിച്ച്. അതിപ്പോ ഞാൻ ഓടുന്ന വഴി വന്നിട്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? ആർച്ചയുടെ ചോദ്യം കേട്ട് ഭരത്തിന്റെ കണ്ണു തള്ളി. ഇതിപ്പോ താൻ ചെന്ന് അവളെ തള്ളിയിട്ട പോലെയല്ലേ ചോദ്യം? ആ, തനി വെബ് സീരീസ് സീരിയലൊന്നും കാണാറില്ല അല്ലേ? അതാണ് പലപ്പോഴൊക്കെ കാണണം. ഹീറോയും വീഴുമ്പോ ഏത് പാതാളത്തിലാണെങ്കിലും ഓടി വന്ന് കൃത്യമായിട്ട് പിടിക്കുന്ന ആളാ ഹീറോ. ഇതൊരുമാതിരി പാൽപ്പായസത്തിൽ അണ്ടിപ്പരി പോലെ ജിമ്മിൽ പോയി ഉരുട്ടി വെച്ച മസിൽ മാത്രമുണ്ട്. കോഴിക്കടയിൽ ഗ്ലാമർ പുഷ്ടിയുള്ള കോഴിയെ ഫ്രണ്ടിൽ തൂക്കിയിടുന്ന പോലെ ഷോക്ക് ഉരുട്ടി കയറ്റി വെച്ചതല്ലേ? ആർച്ച സാമാന്യം നല്ല രീതിയിൽ പൂച്ചിച്ച് സ്കേർട്ടിൽ പറ്റി പിടിച്ച കരിയില തട്ടിക്കളഞ്ഞു. പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുമ്പ് ആർച്ച നിലത്തുനിന്ന് പൊങ്ങിയിരുന്നു. ഹൈ, എന്ത് രസാ! കണ്ണുമീഴ്ച മുകളിൽ കാണുന്ന ഇലകൾ അതിന്റെ ഇടയിൽ വരുന്ന സൂര്യപ്രകാശവും നോക്കി ആസ്വദിച്ച് കിടക്കുമ്പോഴാണ് താൻ എവിടെയാണെന്നുള്ള ചിന്ത ആർച്ചക്ക് വന്ന്. അമ്മച്ചിയെ, അമ്മേ, താഴെ ഇരിക്കണ കുഞ്ഞിരാമ! ബോധം വന്ന ആർച്ച കിടന്ന് പിടഞ്ഞു. അയ്യോ, മേടത്തിന് എടുത്തു നോക്കിക്കാൻ എനിക്കും വട്ടൊന്നുമില്ല. ഷോക്ക് വെച്ച മസിലെല്ലാം തെളിയിക്കേണ്ട എന്റെ ആവശ്യമാണല്ലോ. ഭരത് മനോഹരമായി പുഞ്ചിരിച്ച്. ഇവന്റെ ഈ ചിരിയിൽ എന്തോ ഉണ്ടല്ലോ. ആർച്ചയുടെ ചിന്തകൾ നാലുപാട് ഓടി. അടുത്ത നിമിഷം ആർച്ച വായുവിലൂടെ ഉയർന്നു പൊങ്ങി. നിലവിളിക്കാൻ പോലും സമയം കിട്ടിയില്ല. നല്ല തണുത്ത സ്ഥലത്ത് ചെന്ന് വീണപ്പോഴാണ് ആർച്ച കണ്ണു തുറന്ന്. നോക്കാൻ സമയം കിട്ടിയില്ല. കണ്ണിലും മൂക്കിലും ചെവിയിലും അമ്മയെന്ന് വിളിക്കാൻ തുറന്നുപോയ വായിൽ ഉൾപ്പെടെ വെള്ളം കയറി. ആർച്ച ഒന്ന് പിടഞ്ഞ് ശക്തിയിൽ വെള്ളത്തിന് മുകളിലേക്ക് ഉയർന്നു. ആർച്ച ഉയർന്നു നിന്ന് ശ്വാസം വലിച്ചു വായുവിലുള്ള വെള്ളം തുപ്പിക്കളഞ്ഞ് മുഖം തുടച്ച് അവൾ ചുറ്റും നോക്കി. പറമ്പിലെ കുളത്തിലാണ്. പാടത്തേക്കും പറമ്പിലേക്കും വെള്ളം എടുക്കുന്ന ഒരു ചെറിയ കുളമുണ്ട്. ഓടി വന്നിന്ന് ഇതിന്റെ കരയിലാണോ ദേവിയെ? ആർച്ച കൈ നിവർത്തി വെള്ളത്തിൽ ആഞ്ഞിടിച്ച്. ഇനി ചേട്ടന്റെ മസിൽ പവറിൽ സംശയമുണ്ടോ മോളെ ഉണ്ണിയാർച്ചേ? കരയിൽ നിന്ന് ചോദിക്കുന്ന ഭരതിനെ നോക്കി ആർച്ച പല്ല് കടിച്ചു. നിനക്ക് വെച്ചിട്ടാ ചട്ടി തലയാ. അവിടെ വെച്ചേക്ക്, നല്ല വിശപ്പ്. ഞാൻ വല്ലതും കഴിച്ചിട്ട് വന്ന് വാങ്ങിച്ചോളാം ഉണ്ണിയാർച്ചേ. ഭരത് തിരിഞ്ഞടന്നു. ഭരത് കയറി വന്നു. എല്ലാവരും പുറകിലേക്ക് നോക്കി. എന്താ? അവനും തിരിഞ്ഞു നോക്കി. ആരും ഇവിടെ? അവൻ കൈമലത്തി കാണിച്ച് കസേരയിലേക്ക് ഇരുന്നു. ആന്റി, നല്ല വിശപ്പ്, കഴിക്കാനെന്തെങ്കിലും തരാമോ? ചോദ്യം കേട്ട് പത്മ കണ്ണു തള്ളി അവനെ നോക്കി. ഇതെന്റെ മോനല്ല, എന്റെ മോൻ ഇങ്ങനെയല്ല. പത്മയുടെ രോദന അറിഞ്ഞ പോലെ ഭരത് അവരെ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു. ആ മോനെ, ദോശ ഇരിപ്പുണ്ട്. ജയശ്രീ അവനെ പിടിച്ചിരുത്തി പാത്രം എടുത്ത് വെച്ച് ദോശയിടലും കറിയൊഴിക്കലും ചായ എടുത്തു വെക്കലെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് അടുക്കള വാതിൽ വഴി ആർച്ച കയറി വന്നു. ആറ്റിൽ ചാടിയ പൂച്ചയെപ്പോലെ മൊത്തത്തിൽ നനഞ്ഞു നിൽക്കുന്ന അവളെ കണ്ട് നാലുപേര് വെട്ടിത്തിരിഞ്ഞ് ഭരത്തിനെ നോക്കി. ദോശയുടെ ഓട്ട വരെ എണ്ണിയെടുക്കുന്ന കുട്ടി ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. നീ കുളത്തിലിറങ്ങി ആരു? ജയശ്രീ കണ്ണുരുട്ടി. ആ, വെള്ളത്തിന് തണുപ്പുണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കി ഇറങ്ങിയതാ. ഉണ്ട്, നല്ല തണുപ്പുണ്ട്. എന്താ കുരിള്? എന്ത്? അല്ല, കുളിര്. ആർച്ച പിറുവിരുത്തോണ്ട് മുറിയിലേക്ക് നടന്നു. ഇടം കണ്ണിട്ട് അവൾ പോകുന്നു നോക്കി ചിരിയടക്കി ഭരത് ആസ്വദിച്ച് ദോശ തിന്നു. ബെഡിലിരുന്ന തലയിനെടുത്ത് ആർച്ച വായുവിൽ പറപ്പിച്ചുകൊണ്ടിരുന്നു. പരട്ട കുഞ്ഞിരാമൻ, അവൻ എന്നെ വെള്ളത്തിൽ തള്ളിയിടാൻ മാത്രം ധൈര്യം വന്നോ? ചവിട്ടി മുകളിലേക്ക് വർപ്പിച്ച തലയിണ നോക്കി ആർച്ച കൈകൾ കൂട്ടി തിരുമ്മി. തിരിച്ച് താഴേക്ക് വന്നതിനെ പറിച്ചെടുത്ത് ഭരതാണെന്ന് സങ്കല്പിച്ച് അതിനെ തലങ്ങും വിലങ്ങും പെരുമാറി. ഹോട്ടലിൽ പുണ്ടാരിമാർ പൊറാട്ടടിക്കുന്ന പോലെ. ആ തലയിണക്കൊരു ഇത്തിരി ജീവനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടം വഴി ഇറങ്ങി ഓടിയനെ. അമ്മാതിരി ഇടിയാ പാവം കിടന്ന് കൊള്ളുന്നു. ഒരിത്തിരി ആശ്വാസം കിട്ടിയതും ശ്വാസം വലിച്ചു വിട്ട് മനസ്സിൽ കണക്കൂട്ടുകൾ നടത്തിയ ആർച്ച. കൂട്ടിയും കിഴിച്ചും ഹരിച്ചൊക്കെ വന്നപ്പോൾ ഇച്ചിരി മിച്ചം വന്നു. അത് വെക്കാൻ സ്ഥലം കിട്ടാത്തപ്പോഴേ ആർച്ചക്ക് മനസ്സിലായി കണക്കൂട്ടിയതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. കൂട്ടിലൊക്കെ മതിയാക്കി പ്ലാൻ ബിയും സിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. ആരു വന്ന് കഴിക്ക്? ജയശ്രീ വിളിക്കുന്ന കേട്ടതും ഉണ്ടാക്കി വെച്ച പ്ലാൻസ് ഒക്കെ മടക്കി വെച്ച് ആർച്ച താഴേക്ക് ചെന്നു. ആസ്വദിച്ച് ചായ കുടിക്കുന്ന ഭരത്തിനെ കനപ്പിച്ച് നോക്കി ആർച്ച ഭക്ഷണം കഴിക്കാനിരുന്നു. ഭരത് ചിരി അടക്കി പിടിച്ചു. കസേരയിൽ ചാഞ്ഞിരുന്ന് ആർച്ചയും നന്നായിട്ടൊന്ന് ചിരിച്ചു കൊടുത്തു. കുളത്തിലിടും മുമ്പ് ഞാൻ ചിരിച്ച ചിരിയുടെ ഒരു ചായ ഇല്ലേ ഈ ചിരിക്ക്? ഭരത്തിന്റെ തലപുകഞ്ഞു. കണ്ണ് ചായയിലാണെങ്കിൽ ചെവി അവൻ ആർച്ചയുടെ നേരെ കൂർപ്പിച്ചു വെച്ചു. പണി ഏതു വഴിക്ക് വരുന്നൊരു പിടിയും ഇല്ലല്ലോ. ചോറും കൂടെ എടുത്തോ ആന്റി, ഇനിയിപ്പോ അത് കഴിക്കാൻ വീണ്ടും ഇരിക്കണ്ടല്ലോ. വാച്ചിലേക്ക് നോക്കി ശരത്ത് ആർച്ചയെ കളിയാക്കി. ആർച്ച കണ്ണു ചിമ്മി ചിരിച്ചു.
ഉവ്വേ, നിങ്ങളൊക്കെ സമയത്തിന് വന്നിരുന്ന് കഴിക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ? പത്മാവിന്റെ തലയിൽ കൊട്ടി. ടും ടും. ശരത്ത് ചമ്മലോട് ചിരിച്ചുകൊണ്ട് തല തടവി. ഒരു മൊബൈലും ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ജയശ്രീ പത്മയെ പിന്താങ്ങി. ഇതൊക്കെ വരുന്നതിന് മുമ്പ് ടി വിക്കായിരുന്നു കുറ്റം. ഇപ്പൊ ടി വിക്ക് ഇത്തിരി മനസ്സമാധാനമുണ്ട്. ശരത്ത് പിറുപിറുത്തു. രണ്ടുപേരും പിന്നെ ഭക്ഷണം കഴിച്ച് പ്രധാന വിഷയമാക്കി ചർച്ച തുടങ്ങിയതോടെ പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിലായി ശരത്ത്. ചുമ്മാ ചെന്ന് ചോദിച്ചു വാങ്ങിച്ചു. വേണ്ടായിരുന്നു പുല്ല്. ശരത്ത് തലയിൽ കൈവച്ച് പോയി. ഭരത് ഫോണിലായതിനാൽ ഇതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. ഗ്രീഷ്മയുടെ സാധിക്കുന്ന വിധം എല്ലാവർക്കും പാരാവുന്ന ഓരോ പോയിന്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആർച്ചൊന്നിലും പെടാതെ നിശബ്ദമായിരിക്കുന്നുണ്ട്. ശരത്ത് അല്പം സംശയത്തോടെ നോക്കി. ആരു? ശരത്ത് പതിയെ വിളിച്ചു. ആർച്ച ചോദ്യഭാവത്തിൽ അവർ നോക്കി. എന്തു പറ്റി മോളെ? ശരത്തിന്റെ മുഖത്തെ പരിഭ്രമം കണ്ട ആർച്ചയ്ക്ക് ചിരിയും സങ്കടവും വന്നു. ഭരത്തിനോട് അവനുള്ള കരുതലും വാത്സല്യവും തന്നോടുള്ള ആ ചോദ്യത്തിൽ അവൾ കണ്ടു. ഒരു നിമിഷം ഭരത്തിനോട് അവൾക്ക് വല്ലാത്ത അസൂയ തോന്നിപ്പോയി. അതേസമയം തന്നെ ഭരത്ത് അവന്റെ ചോദ്യം കേട്ട് ആർച്ചയെ നോക്കി. കുളത്തിൽ വീണപ്പോൾ ചെവിയിലും മൂക്കിലും മാത്രമല്ല സകല ഓട്ടയിലും വെള്ളം കയറിയിട്ടുണ്ട്. ചെവിയിലും കയറി. ഇപ്പൊ ഗുഹയിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു ഫീല്. ഒരു കണ്ണടച്ച് ചെറുവിരൽ ചെവിയിലിട്ട് തിരിച്ചവൾ പറഞ്ഞു. നീയല്ലട ചക്ക അവൾ തള്ളിയിട്ട്? ഭരത്തിന്റെ ചെവിയിൽ പിടിച്ചായിരുന്നു ശരത്തിന്റെ ചോദ്യം. ഭരത് ചിരിച്ചു കാണിച്ചു. ആ ചിരിച്ചോ അവിടെ കയ്യിൽ നിന്ന് പണി തിരിച്ചിട്ടുമ്പോഴും ഈ ചിരി കണ്ടാ മതി. ശരത്ത് കണ്ണുരുട്ടി. ചുമ്മാ ഏട്ടാ, അവിടെ കുറുമ്പ് കാണാനൊരിഷ്ടം. തന്നെ ചുഴിഞ്ഞു നോക്കുന്ന ഏട്ടന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് ഭരത് എഴുന്നേറ്റ് പോയി. നേരത്തെ ചിരിയോടെ അവൻ രണ്ടുപേരും പോയ വഴിയെ മാറി മാറി നോക്കി. അല്പസമയത്തിന് ശേഷം പത്മയും രാമചന്ദ്രൻ തിരികെ പോവാനായി ഇറങ്ങി. ഞങ്ങൾ നടന്നിട്ട് വരാച്ചാ. പുറത്തേക്ക് ഇറങ്ങിയത് ശരത്ത് രണ്ടുപേരോടുമായി പറഞ്ഞു. പത്മയും രാമചന്ദ്രൻ യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. എന്റെ ഷൂസ് അടുക്കള ഭാഗത്തുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ഭരത് അത് പറഞ്ഞ് പോകുന്നത് നോക്കി ആർജ പുഞ്ചിരിയോടെ നിന്നു. ചെല്ല് മോ പെട്ടെന്ന് ചെന്ന് എടുത്തിട്ട് വാ. സ്വയം പറഞ്ഞുകൊണ്ടവൾ നോക്കിയത് കൃഷ്ണകുമാറിന്റെ മുഖത്തേക്കായിരുന്നു. തന്നെ സൂക്ഷിച്ചു നോക്കുന്ന അച്ഛനെ കണ്ടതും ആർച്ചുടനെ തെങ്ങിന്റെ മണ്ടയിലേക്ക് നോക്കി. കൃഷ്ണകുമാർ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. തേങ്ങാക്കുലകൾ ഇളങ്കാറ്റിൽ ആടിക്കോട്ടെ, നമ്മളെന്തിനാ വെറുതെ ശല്യം ചെയ്യുന്നത്? പേടിയൊന്നുമില്ല, ഒരു മുൻകരുതൽ. അടുക്കള ഭാഗത്ത് അഴിച്ചു വെച്ച തന്റെ ഷൂസ് എടുക്കാനായി ചെന്ന് നോക്കുമ്പോഴാണ് അത് കാണാനില്ലെന്ന നഗ്ന സത്യം ഭരത് തിരിച്ചറിഞ്ഞത്. വിവരമറിഞ്ഞ ഞൊടിയിൽ അന്വേഷണ കമ്മിറ്റി തന്നെ രൂപം കൊണ്ടു. കേസ് CBI അന്വേഷണം ഏറ്റെടുത്ത പോലെ മഹിളാരത്നങ്ങൾ നാലുപാട് ഓടി. ഒരു ഗ്ലാസ് വെള്ളം പോലും അടുക്കളയിൽ പോയി എടുത്തു കുടിക്കാത്ത അച്ഛമ്മ പോലും പയറുമണി പോലെ ഓടി നടന്ന് പരതി. വീടിന്റെ മുക്കിലും മൂലയിലും എന്തിന് മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കിൽ വരെ നോക്കിയിട്ടും സാധനം കിട്ടിയില്ല. എല്ലാവരുടെയും കണ്ണുകൾ കൂട്ടത്തോടെ ആർച്ചയുടെ മുകളിൽ പതിഞ്ഞു. ചത്തത് ബല്ലാലാദേവരാണ്, ഈ കൊന്നത് ബാഹുബലി ആവണല്ലോ. ഏത്? പക്ഷെ കുട്ടി കാര്യമായ അന്വേഷണത്തിലാണ്. ഭരത്തിന്റെ ഉള്ളിൽ നേരിയ സംശയം നിറഞ്ഞു. എന്തെങ്കിലും കള്ളത്തരം? കുട്ടി ആത്മാർത്ഥതയുടെ നിറകുടമായി അന്വേഷണത്തിലാണ്. അച്ചോടാ, സേതുരാമയ്യര് നോക്കൂ ഇതുപോലെ. ഒരു നിമിഷമാണെങ്കിൽ ആ പാവത്തിനെ സംശയിക്കാൻ തോന്നിയ മനസ്സിന് അവർ രണ്ട് ചീത്ത വിളിച്ച് സംതൃപ്തി അടഞ്ഞു. ഇനിയിപ്പോ പട്ടി കടിച്ചുകൊണ്ടുപോയോ എന്തോ? അന്വേഷണത്തിനിടയിൽ ആർച്ചയുടെ ആത്മഹത്യത്തിൽ ഉച്ചത്തിൽ ആയോ എന്നൊരു സംശയം. ഭരത് ഞെട്ടിലോടെ അവളെ നോക്കി. നൈക്കിന്റെ പുതിയ ഷൂസ് 4000 എണ്ണിക്കൊടുത്ത് വാങ്ങിച്ചിട്ട് 4 തവണ പോലും ഇട്ടിട്ടില്ല. പട്ടി കൊണ്ടുപോകാനോ? കൃഷ്ണകുമാർ പുറത്തേക്ക് വന്നു. മുമ്പിന്റെ ചെരുപ്പ് കൊണ്ടുപോയിട്ടില്ലേ? ആർച്ച ചുറ്റും കണ്ണോടിച്ചു. കൃഷ്ണകുമാറും ജയശ്രീയും പരസ്പരം നോക്കി. ശരിയാ മോനെ, ഒരിക്കൽ രാത്രി മുറ്റത്തിട്ട് ഇവിടെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഇന്ന് വരെ പട്ടി പകല് വന്നിങ്ങനെ ഒരു ശല്യം ഉണ്ടാക്കിയിട്ട്. കൃഷ്ണകുമാർ വിഷമത്തോടെ പറഞ്ഞു. അത് സാറിലങ്ങ്, ഞാൻ വീട്ടിൽ പോയി വേറെ ചെരുപ്പ് എടുത്തോണ്ട് പോവാം. ആ വീട്ടേക്ക് കാണാതെ പോയത് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോണാണെങ്കിൽ എവിടെയാണെന്ന് വിളിച്ചെങ്കിലും നോക്കാം. ഇതിലെന്ത് ചെയ്യാനാ? ഭരത് അയാളെ ആശ്വസിപ്പിച്ചു. എന്തോ പോയി അണ്ണാനെ പോലെ നിൽക്കുന്ന ഭരത്തിനെ കണ്ട് ആർച്ചയ്ക്ക് ചിരി വന്നു. ഇപ്പൊ ചിരിച്ചാൽ ചിരി ആരോഗ്യത്തിന് ഉത്തമം എന്ന് മാറ്റി ചിരി ആരോഗ്യത്തിന് ഹാനികരം എന്ന പ്രയോഗം നടപ്പിലാവുമെന്ന ഒരൊറ്റ കാരണത്തിൽ ആർച്ച ചുണ്ടോളം എത്തിയ ചിരിയെ വാ അടച്ചു പിടിച്ച് തടവിലിട്ടു. എങ്കിൽ നീ നിൽക്ക്, ഞാൻ ചെരുപ്പത്തിട്ട് വരാം, ശരത്ത് പറഞ്ഞു. അതെന്തിനേട്ടാ, നമുക്ക് അതുവഴിയും പോവാലോ? ആർച്ച ചോദിച്ചു. പോവാം, പക്ഷെ വീട് വരുവാൻ ചെരുപ്പില്ലാ നടക്കണ്ടേ? അയ്യേ, എന്ത് ചോദ്യ ശരത്തേട്ടാ. ഭരത്തേട്ടിന് നടത്തൊക്കെ ഒരു നടത്താണോ? ഇതൊക്കെ എന്ത്? നമ്മുടെ ചേട്ടൻ ഇതൊക്കെ തുള്ളിച്ചാടി നടക്കും അല്ലേ ഭരത്തേട്ടാ? തന്നെ കൊണ്ട് നഗ്നപാതനായി നടത്തിക്കാനുള്ള പ്ലാനിന്റെ പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചു കയറ്റുന്ന ആർച്ചയെ കണ്ണ് കൂർപ്പിച്ചു നോക്കി ഭരത്. വീണ്ടും ഒരു മനോഹരമായ പുഞ്ചിരി തിരികെ കിട്ടിയതും അവന്റെ ഉള്ളിൽ അപായമണി ഒരു കാര്യമില്ലാതെ കലപില മുഴക്കി. സൂര്യന്റെ ഇളം ചൂടൊക്കെ പോയി റോഡ് ഏതാണ്ട് ചൂടായി കിടക്കുന്ന സമയത്ത് ചെരുപ്പിടാതെ നടന്നു പോവാന്ന്. കുറച്ച് മസാല കൂടി പുരട്ടി വെച്ച് എണ്ണയും തൂത്താൽ പൊരിച്ചെടുക്കാം. അമ്മാതിരി ചൂടാ. കിട്ടിയ അവസരം മുതലാക്കുവാണല്ലേടി ഉണ്ണിയാർച്ചേ. അവൻ പല്ല് കടിച്ചു.
അവന്റെ ചിന്ത അറിഞ്ഞെന്ന പോലെ അതേ നമ്മട്ടിൽ ആർച്ച തലയാട്ടി ചിരിച്ചു കാണിച്ചു. അവസരം എപ്പോഴും വരില്ലല്ലോ, കിട്ടുമ്പോ മുതലാക്കണ്ടേ. ഭരത് മുകളിലേക്ക് നോക്കി. ഒരാൾക്ക് പണി കൊടുക്കുന്ന സന്തോഷത്തിൽ കിരണങ്ങളൊക്കെ പൂർവാധികം ശക്തിയോടെ ജ്വലിപ്പിച്ചു നിന്ന സൂര്യനെ അവൻ നന്നായിട്ടൊന്ന് സ്മരിച്ചു. എന്റെ സൂര്യ ഭഗവാനെ. റോഡ് വഴി പോകണ്ട മോളെ, തെങ്ങിൻ തോപ്പിലൂടെ പോയിക്കോ, അതാവുമ്പോ അധികം ചൂടുണ്ടാവില്ല. ആ വഴി റോട്ടിൽ കയറിയാ പിന്നെ അവിടുന്ന് കുറച്ചല്ലേ നടക്കാനുള്ളൂ. പൊന്നിനേക്കാൾ വിലപ്പെട്ട ഉപദേശം കൃഷ്ണകുമാർ നൽകിയതും ആർച്ച കൂർപ്പിച്ചു നോക്കി. കഷ്ടപ്പെട്ട് പ്ലാൻ ഉണ്ടാക്കി കെട്ടിപ്പൊക്കി ഒരു വഴിക്കെത്തുമ്പോൾ കൃത്യമായിട്ട് JCB എടുത്ത് വന്ന് ഇടിച്ച് തകർക്കണം കേട്ടോ. അച്ഛ ബഹുത്ത് അച്ഛ. ആർച്ച പിറുവിറുത്തു. കൃഷ്ണകുമാർ അപ്പോഴേക്കാൾ നിഷ്കുവായി. തെങ്ങി കയറാൻ വയ്യ, അത്ര തന്നെ. ആർച്ചയുടെ ഭാഗത്തുനിന്ന് ഏത് നിമിഷം ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചാണ് ഭരത് നടന്നെങ്കിലും ആർച്ച അവനെ ശ്രദ്ധിച്ച പോലുമില്ല. ചൂടുള്ള മണ്ണിൽ കാലമരുമ്പോഴുള്ള പൊള്ളലിൽ ഭരത് ആദ്യം ഒന്ന് ചാടിപ്പോയി. ഇങ്ങനെ പോയാൽ വീട് വരെ തുള്ളിച്ചാടി നടക്കേണ്ടി വരും ഈശ്വര. ഭരത് നെടുവീർപ്പെട്ടു. ആർച്ചയുടെ മുമ്പിൽ അഭിമാനം പോയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇതൊക്കെ എനിക്ക് ഗ്രാസാണ് എന്നുള്ള ഭാഗത്തിൽ അവൻ നടന്നു. അഭിമാനം വിട്ടൊരു കളിയുമില്ല. ഗ്രീഷ്മയും ശരത്ത് അവിടെ ലോകത്തായിരുന്നു. രണ്ടുപേരും കൈകോർത്ത് പിടിച്ച് പുറകിൽ പതിയെ നടന്നു വരും നോക്കി ആർച്ച മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. റോഡിലേക്ക് കയറിയതും ഭരത് 2 ചാട്ടം ചാടി. ആർച്ച വാ പൊത്തിപ്പിടിച്ച് ചിരിച്ചു. ഇതിനെയാണോ ദേവിയെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കെന്ന് പറയുന്നത്? ചാടിത്തുള്ളി മണലുള്ള ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ ചിന്തിച്ചു പോയി. വാ. തെങ്ങിൻ തോപ്പിൽ നിന്ന് സ്വല്പം ഉയരത്തിൽ നിൽക്കുന്ന റോഡിലേക്ക് കയറാൻ ഭരത് ആർച്ചയ്ക്ക് നേരെ കൈ നീട്ടി. അവന് രൂക്ഷമായി നോക്കി 2 ചുവട് പുറകിലേക്ക് വെച്ച് ആർച്ച ഒരൊറ്റ ചാട്ടത്തിന് റോഡിലേക്ക് കയറി. വീട്ടിൽ ദിവസേന ലോങ് ജമ്പ് ഹൈ ജമ്പും പ്രാക്ടീസ് ചെയ്യുന്ന ആർച്ചയോടാ. ഞാനേ ഇന്നലെ അല്ല ഈ വഴി വരാൻ തുടങ്ങിയത്. കൈ തട്ടിക്കുടഞ്ഞ ആർച്ച അവനെ പുച്ഛിച്ചു. നൈസായിട്ടൊന്ന് ചമ്മിയതിന് കൂളിംഗ് ഗ്ലാസ് എടുത്ത് മറിച്ചവൻ ചുറ്റും നോക്കി. ആരും കണ്ടിട്ടില്ല, ഭാഗ്യം. തീക്കനയിൽ നടക്കുന്നതിൻ്റെ ഒരു ചെറിയ വേർഷനായിരുന്നു വീട്ടിലേക്കുള്ള ഭരത്തിന്റെ നടത്തം. ആർച്ചയുള്ളത് കൊണ്ട് ഓടാനും വയ്യ. അഭിമാനം മുഖ്യം ബിയിലേ. വിവിധം വീടിനടുത്തെത്തിയതും ഗേറ്റ് മുമ്പിൽ നിൽക്കുന്ന 2 കുട്ടികളെ കണ്ട് അവൻ സംശയത്തോടെ നോക്കി. ആർച്ചേച്ചി വിളി കേട്ട് നോക്കിയതിനേക്കാൾ വേഗത്തിൽ ആർച്ച തിരിഞ്ഞു നിന്നു. ആരുവിനെയാ? ഗ്രീഷ്മ അവളെ തട്ടി വിളിച്ചു. ആർച്ച അവളെ നോക്കിയെന്ന് വിളിച്ചു കാണിച്ചു. പിന്നെ പതിയെ തിരിഞ്ഞ് അവരെ നോക്കി. ഷൂസ്. ഷൂ ലേസിൽ പിടിച്ച് ചൂണ്ടയിട്ട് പിടിച്ച മീനിനെ തൂക്കി നിൽക്കുന്ന പോലെ നിൽക്കുന്ന കുട്ടികളെ കണ്ടതും ആർച്ച തല പതിയെ ചരിച്ച് ഭരത്തിനെയും നോക്കി. ഗ്രീഷ്മയും ശരത്തും കണ്ണു മിഴിച്ചു. ഭരത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചളിയിൽ മുങ്ങി മുന്നിൽ തൂങ്ങിയാടുന്ന ഷൂസിലായിരുന്നു. ചേച്ചി ചിപ്പ് എടുത്തിട്ട് വന്നതാ, ചേച്ചിയുടെ ആണെന്ന് തോന്നുന്നു. അത് നേരത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്ന കണ്ടിരുന്നു. ഇത് കൊടുക്കാൻ വീട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ അച്ഛമ്മയുണ്ടായിരുന്നു. ചീത്ത പറഞ്ഞാലൊന്ന് പേടിച്ചിട്ടാ ചേച്ചിയെ ചോദിച്ച്. അങ്കിള പറഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. ആർച്ച ചിരിയോടെ വാങ്ങി അവന്റെ കവിളിൽ തട്ടി. ചിപ്പു ആരാ? കുട്ടികൾ പോയത് ശരത്ത് ചോദിച്ചു. ചിപ്പു അവരുടെ വീട്ടിലെ പട്ടിക്കുട്ടിയാ. ആർച്ച ഷൂസ് മൊത്തത്തിലൊന്ന് നോക്കി. ഓ, അപ്പൊ പട്ടി എടുത്തുകൊണ്ടുപോയത് തന്നെയാണല്ലേ? ഗ്രീഷ്മ പറഞ്ഞു. പാവം, പട്ടി എടുത്തുകൊണ്ടുപോയതിന് കുട്ടിയെ എല്ലാവരും സംശയിച്ചു. ശരത്തിന് കുറ്റബോധം കൊണ്ട് മനസ്സ് വിങ്ങി. ഗ്രീഷ്മ ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. ഭരത് തലക്കടിച്ച്. ഛേ, ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയാണല്ലോ താൻ. വേണ്ടായിരുന്നു. അവന്റെ തല കുരിഞ്ഞു. ഷൂസ് ചാളിയിൽ മുങ്ങിയതിലും കൂടുതൽ അവന്റെ വിഷമം ആർച്ചയെ തെറ്റിദ്ധരിച്ചതിലാണ്. ആരു? ക്ഷമ ചോദിക്കാതെ സമാധാനം കിട്ടില്ലെന്ന് തോന്നിയതും അവൻ പതിയെ വിളിച്ചു. ഛേ, അങ്ങോട്ട് ശരിയായില്ല. ഇതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് ഇതെടുത്ത് അതിന് മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്ത്. ഈ പട്ടിക്ക് ഇതൊന്നും മര്യാദ കടിക്കാൻ പോലും അറിയില്ലേ. ആമൂലിടോ, ഇതിന് ഭേദം നമ്മുടെ നാടൻ പട്ടികളായിരുന്നു. ഷൂസ് തിരിച്ചു മറിച്ച് നോക്കി ആർച്ച നിരാശയോടെ പറയുന്നത് കേട്ടത് 3 പേരും കണ്ണും തള്ളി അവളെ നോക്കി. ഭരത് തളർച്ചയോടെ മതിലേക്ക് ചാരി നിന്നു. എന്റെ ദേവിയെ, എനിക്കിത് എന്തിന്റെ കേടായിരുന്നു? ഭരത് നെടുവീർപ്പെട്ടു.